ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 824 ദിവസം. ഇന്ന് ക്നാനയിത്തോ ഞായർ. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി 15 അധ്യായം 21 മുതൽ 31 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ കനാന്യ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുന്നതാണ് വേദഭാഗത്ത് നാം കാണുന്നത്. കനാന്യ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ മകൾ ഭൂതബാധിതയായിരിക്കുന്നു എന്ന്. ഓരോരുത്തരും തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഒരു കാലത്ത് തൊട്ടടുത്ത വീട്ടിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് അറിയാമായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാമായിരുന്നു. ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെയാണ് കനാന്യ സ്ത്രീയുടെ പ്രാർത്ഥന ശ്രദ്ധേയമാകുന്നത്. എൻ്റെ മകൾ ഭൂതബാധിതയായിരിക്കുന്നു, എൻ്റെ മകളോട് കരുണയുണ്ടാകണമേ എന്നല്ല കനാന്യ സ്ത്രീ പ്രാർത്ഥിച്ചത്, എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ്. തൻ്റെ മകളുടെ ആവശ്യം സ്വന്തം ആവശ്യമായി കാണുന്ന ഒരമ്മയെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. മക്കൾ ജർമ്മൻ പഠിച്ച് പാസ്സാകുവാനും IELTS ക്ലിയർ ആകുവാനും നല്ല ജോലി ലഭിക്കുവാനും ജോലിയിൽ നല്ല ശമ്പളം ലഭിക്കുവാനും ഒക്കെ പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ തങ്ങളുടെ മക്കൾ ദേവാലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുന്ന മക്കളാകുവാനും ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിയുന്നവരാകുവാനും വചനം വായിക്കുന്നവരും വചനത്തെ അറിയുന്നവരുമാകുവാനും വിശുദ്ധിയിൽ ജീവിക്കുന്നവരാകുവാനും ഒക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടാകും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നല്ലോ വചനം നമ്മോട് പറയുന്നത്. നിനക്ക് ഇതിന് അർഹതയില്ല എന്ന് പറഞ്ഞിട്ടും എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന എന്തും അത് എത്ര ചെറുതാണെങ്കിലും അത് എൻ്റെ ആവശ്യത്തിന് മതിയാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന കനാന്യ സ്ത്രീയെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ആ വിശ്വാസവും പ്രാർത്ഥനയും മാനിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, വലിയ നോമ്പിന്റെ ഈ നാടുകളിൽ കനാന്യ സ്ത്രീയുടെ ഉലയാത്ത വിശ്വാസവും അവളുടെ നിരന്തരമായ പ്രാർത്ഥനയും വിനയവും ഒക്കെ നമുക്ക് ഒരു മാതൃകയായി തീരട്ടെ. അങ്ങനെ വിനയത്തോടെ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തോടെ യാചിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.